ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ ഖത്തർ ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അകത്തുള്ള ഒരു ഗാർഡൻ ഉണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോ. ഏതാണ്ട് ഖത്തറിലെ എല്ലാവരും അവിടെ പോയിട്ടുണ്ടായിരിക്കും, എന്നാലും പോകാത്ത ചിലരുണ്ട്. അത് ഇന്നലെ ഞാൻ ഈ വീഡിയോൻ്റെ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഒന്ന് രണ്ട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു, ഗാർഡൻ ഉള്ളതറിയാം, പക്ഷേ എങ്ങനെയാണ് അവിടെ പോവേണ്ടതെന്നാണ് അവർക്ക് അറിയാത്തത്. അപ്പോൾ എങ്ങനെ നമുക്ക് ആ ഗാർഡനിലേക്ക് എത്താമെന്നാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ എയർപോർട്ടിൽ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു യെല്ലോ ഡോളില്ലേ, അതിൻ്റെ ബാക്കിൽ കൂടെ കുറച്ച് മുമ്പോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഗേറ്റ് നമ്പർ സി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് മെട്രോയിലേക്ക് കയറാനുള്ള ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റ് കയറി മേലെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മെട്രോയിലേക്ക് കയറാം. മെട്രോ കയറി നെക്സ്റ്റ് സ്റ്റോപ്പിൽ തന്നെ നമുക്ക് വേറെ എങ്ങോട്ടും സ്റ്റോപ്പൊന്നുമില്ല. അവിടുന്ന് മെട്രോ കയറുക, നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങാം. നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളിതാ ഈ CDE എന്നുള്ള ആ ഒരു ഗേറ്റിലേക്ക് എത്തും. ഗേറ്റിൽ നിന്ന് നമ്മൾ നേരെ എസ്കലേറ്റർ വഴി നമുക്ക് താഴേക്ക് ഇറങ്ങാം. എസ്കലേറ്ററോ അല്ലെങ്കിൽ ലിഫ്റ്റോ എന്ത് വഴിയെങ്കിലും നമുക്ക് താഴേക്ക് ഇറങ്ങാം. ഈ ഒരു ഭാഗമാണ് നമുക്ക് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുക. പിന്നെ അവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആളുകൾ പറഞ്ഞു തരും എങ്ങോട്ടാണല്ലോ, ഗാർഡനിലേക്ക് പോകുന്ന വഴി എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും പറഞ്ഞു തരും. ഈ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഗാർഡനിലേക്കുള്ള എസ്കലേറ്റർ കിട്ടും, താഴേക്ക് ഇറങ്ങാനുള്ള എസ്കലേറ്റർ കിട്ടും. പിന്നെ ഗാർഡനിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ വെക്കേഷൻ ടൈം ആയത് കാരണം നല്ല തിരക്കാണ് എയർപോർട്ടിൽ. എമിഗ്രേഷനിലൊക്കെ ഒരുപാട് സമയം നമ്മൾ ക്യൂ നിൽക്കണം. അപ്പോൾ നമുക്ക് ഇവിടേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ എയർപോർട്ടിൽ എത്തണം. കാരണം എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മളേക്ക് ഇവിടെ എത്തി, ഇവിടുന്ന് ചുറ്റിക്കണ്ട് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് തിരിച്ച് നമ്മളെ ഗേറ്റിലേക്ക് എത്താനുള്ള ആ ഒരു സമയം കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഇങ്ങോട്ടേക്ക് വരാൻ. അല്ലാണ്ട് ഒരു അരമണിക്കൂറൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന് തിരിച്ച് ഗേറ്റിലേക്ക് എത്തൽ പ്രയാസമായിരിക്കും. അപ്പോൾ ഒരുപാട് അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറെങ്കിലും സമയം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇവിടേക്ക് വരാനുള്ള ഒരു ശ്രമം നടത്തേണ്ടുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അപാര കാഴ്ചയാണ്, നല്ല ഭംഗിയാണ് കാണാൻ. താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യവും ചെറിയ ചെറിയ ടെൻറ്റും പിന്നെ കുട്ടികൾക്കുള്ള കളിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിന് കണക്കാക്കി തന്നെ ഇറങ്ങണം. ഈ കാണുന്ന ചെടികളൊക്കെ ഒറിജിനലാണ്. എല്ലാവരും തൊട്ട് നോക്കുന്നുണ്ട്, പറിച്ച് നോക്കുന്നുണ്ട് ഒറിജിനലാണുള്ള. പിന്നെ നല്ല വെളിച്ചം, മേലെ ഗ്ലാസ് ആയത് കാരണം നല്ല വെളിച്ചം ഉള്ളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. എടുക്കാൻ അറിയുന്ന ആളുകൾക്ക്. എൻ്റെ വീഡിയോ ക്ലിയർ കുറവാണ്. പിന്നെ ഈ ഗാർഡൻ്റെ മേലെ കൂടെ ചെറിയൊരു ബ്രിഡ്ജ് പോകുന്നുണ്ട്. നമുക്ക് നടന്ന് പോകാൻ പറ്റുന്ന ആ ഒരു രീതിയിലൊരു ബ്രിഡ്ജ് പോകുന്നുണ്ട്. ഇവിടുന്ന് ഈ ഗാർഡൻ്റെ നടുവിൽ നിന്ന് നമുക്ക് അതിൽ മേലേക്ക് കയറാനുള്ള ഒരു സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് കയറാം. പിന്നെ സ്റ്റെപ്പ് കയറി മേലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ അപ്പുറത്തേക്ക് ഇറങ്ങാം. പിന്നെ നമ്മൾ എസ്കലേറ്റർ യൂസ് ചെയ്യണ്ട, നമുക്ക് നേരെ വന്ന വഴിക്ക് അതിലേക്ക് ഈ പാലത്തും വന്ന് കണക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയും പോവാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോൻ്റെ വിശേഷങ്ങൾ. പോകാത്ത ആളുകളൊക്കെ പോയി കണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. മറന്നു പോകേണ്ട, ഒരു അരമണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി തിരിച്ചു വരാമെന്ന് വിചാരിച്ച് ആരും പോകരുത്. നല്ല സമയമുണ്ടെങ്കിൽ മാത്രം പോവുക, അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് ഗേറ്റിലേക്ക് എത്തില്ല, ഫ്ലൈറ്റ് മിസ്സാവും. അപ്പോൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ഇനിയും വരാം. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.